ഈ പാമ്പ് എപ്പോഴാണ് കടിക്കുക? നമ്മൾ വളരെ ക്ലോസ് റേഞ്ചിൽ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ നമ്മളറിയാതെ ചവിട്ടുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അത് കടിക്കുക. പ്രതിരോധത്തിന് അതെ അതെ പ്രതിരോധത്തിന് വേണ്ടിയാണ് അത് കടിക്കുക, അല്ലെങ്കിൽ വേദനിച്ചിട്ട് അത് കടിക്കുന്നതാണ്. ഓക്കെ. ഇനിയിപ്പോൾ പാമ്പ് കടി ഏറ്റു, അത് നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് എന്നൊരു സംഗതി ഇല്ല സത്യത്തിൽ. എത്രയും പെട്ടെന്ന് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ, എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ശരിക്കും താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള ആശുപത്രികളിലൊക്കെ സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അത് നമ്മുടെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിൽ, അതുപോലെ സ്നേക്ക് പീഡിയ എന്ന് പറയുന്ന മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊക്കെ ജിയോ ടാഗ്ഡ് ആയിട്ട് ലൊക്കേഷൻസ് ഉണ്ട്. ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് എടുക്കുമ്പോൾ നിയറസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അത് വരിക. അവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. ഒന്ന്, ചിലപ്പോൾ എത്ര നല്ല ഹോസ്പിറ്റലായാലും ആ സമയത്ത് ആൻറ്റിവെനം അവൈലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. രണ്ട്, ആൻറ്റിവെനം എല്ലാ ഡോക്ടേഴ്സിനും ഒരുപക്ഷെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആൻറ്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ള കാര്യവും ചോദിക്കുക. എന്നിട്ട് രണ്ടിലൊന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിയറസ്റ്റ് ഓപ്ഷൻ നോക്കുക. അവിടേക്ക് പോയി നമ്മൾ അരമണിക്കൂർ വൈകിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് മരണം സംഭവിക്കാറുണ്ട്, അപകടം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മുറുക്കി കെട്ടുക, അത് അപകടമുണ്ടാക്കുന്ന സംഗതിയാണ്. അത്രയും ഭാഗം ചിലപ്പോൾ എന്താണ് ഡാമേജ് ആയിട്ട് മുറിച്ച് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാം. നമ്മൾ ഇപ്പോൾ സോപ്പിട്ട് തിരുമ്മി തേച്ച് കഴുകാൻ പോലും പാടില്ല എന്നുള്ളതാണ്. അതായത് പലപ്പോഴും പട്ടി അടിക്കുകയോ പൂച്ച അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം സോപ്പോ ഡെറ്റോളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകുക. ആ വൈറസിൻ്റെ സാന്നിധ്യമൊക്കെ മാക്സിമം ഒഴിവാക്കി 5 മിനിറ്റോ 10 മിനിറ്റോ തേച്ച് കഴുകിയിട്ട് പോവുക. പക്ഷേ പാമ്പിൻ വിഷം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ കഴുകി കളയാൻ പറ്റുന്നതല്ല. മാത്രമല്ല മുറിപ്പാടിലല്ല. അതായത് ഒരു 5 മില്ലിമീറ്ററോ 10 മില്ലിമീറ്ററോ ഉള്ളിലാണ് പാമ്പ് വെനം ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തേച്ച് കഴിയുമ്പോഴേക്കും പറ്റുന്ന എന്താണ്, നമ്മൾ വാക്സിൻ എടുത്തിട്ട് സിസ്റ്റർ പറയും നല്ലോണം ഒന്ന് തിരുമ്മി വിടാൻ പറയും. എന്തിനാണ്? ആ വാക്സിൻ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ കടിയേറ്റ ഭാഗത്ത് നമ്മൾ നല്ലവണ്ണം സോപ്പ് തേച്ച് കഴുകി കഴിഞ്ഞാൽ എൻവെനമേഷൻ ഫാസ്റ്റാണ്. നമുക്ക് അരമണിക്കൂർ സാവകാശം കിട്ടേണ്ടുന്നത് ചിലപ്പോൾ അത് 20 മിനിറ്റായി കുറയും. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് പോവുക അല്ലെങ്കിൽ കെട്ടിവെച്ചിട്ട് പോവുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കുക. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചിട്ട് മുറിച്ച് ബ്ലഡ് ഒഴുക്കി കളയുക എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. രക്തം ലോസ് ആവുന്നതിലൂടെ ഡാമേജ് ഉണ്ടാവും. മാത്രമല്ല എന്താണ്, ഈ വെനം വളരെ സാവധാനത്തിൽ ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം എക്സ്പോസ്ഡ് ആവുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് കലരുകയും അപകടം സംഭവിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പിന്നെ പച്ചമരുന്നോ അല്ലെങ്കിൽ ഒറ്റമൂലിയോ അങ്ങനെയുള്ള സംഗതികളും ട്രീറ്റ്മെൻറ്റൊന്നും എഫക്റ്റീവായിട്ട് പാമ്പ് കടിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റാണ് എഫക്റ്റീവായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ സംവിധാനമുള്ള സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ വിദ്യാസമ്പന്നരെന്ന് ധരിക്കുന്ന ആൾക്കാർ തന്നെ എന്താണ് ഈ ചെറിയ മന്ത്രവാദ പ്രയോഗത്തിലൂടെയോ പച്ചമരുന്ന് പ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അതായത് കടിച്ച പാമ്പിനെ ഒരു എലിയെ കൊണ്ട് വിളിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു തവളയെ കൊണ്ട് വിളിപ്പിക്കുക, അത് വന്നിട്ട് തിരിച്ച് വിഷം ഇറക്കിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് വൈക്കോത്തുറു നിന്ന് കത്തും എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ അതൊക്കെ ഈ പണ്ട് മുതലേ പറഞ്ഞു കേട്ട് വന്ന അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെയുള്ള ചികിത്സാ രീതികളൊന്നുമില്ല. കല്ല് വെച്ച് ചികിത്സിക്കുക, കോഴി ഉപയോഗിച്ച് ചികിത്സിക്കുക, അതൊന്നും ശരിയായ രീതികളല്ല. അങ്ങനെയൊന്നും ചികിത്സിക്കാൻ പറ്റുകയുമില്ല. ഈവൻ ഷോക്ക് എടുപ്പിച്ചിട്ടും എന്താണ് ഈ ലൈറ്റർ കത്തിച്ച് വെച്ചിട്ടും ഒക്കെ വെനം ആവിയായി പോവും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള ചികിത്സാ രീതികളാണ്. അത് അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ജീവൻ എന്ന് പറയുന്നത് അത്രത്തോളം ജീവന് അപകടം സംഭവിക്കുന്ന ഒരു മെഡിക്കൽ എമർജൻസിയാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. ജീവൻ അമൂല്യമാണ്. എന്താണ് ഈ അടുത്ത ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബോച്ചെ കളക്ട് ചെയ്തത് 34 കോടിയാണ്. അപ്പം 34 കോടി കൊണ്ടൊരു ജീവന് വിലയിടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതിനേക്കാളും എത്രയോ വിലപിടിപ്പുള്ളതാണ്, അമൂല്യമാണ് ജീവൻ. അപ്പൊ നിങ്ങൾ എന്താണ് പാമ്പ് കടിച്ചു എന്ന സംശയത്തിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവരൊരു 10-30,000 രൂപ മേടിച്ചെടുക്കും, അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. 30,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ വില വെച്ച് നോക്കുമ്പോഴേക്കും അത് ഒരു കാരണവശാലും നമ്മൾ ചാൻസ് എടുക്കരുത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കരുത്. പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒബ്സർവേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിന് മറ്റ് ഫസ്റ്റ് എയ്ഡുകളൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട്
ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിന് അതായത് ഒരു കുറച്ച് റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ ടാക്സിക്കോ പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ഏത് വാഹനമാണോ അവൈലബിൾ അതിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. ആളെ പാനിക്കാക്കരുത്, ആളെ എന്ത് ചെയ്യുക, റീഅഷ്വർ ചെയ്യുക, സമാധാനിപ്പിക്കുക, ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. എത്രയും മാത്രം ചെയ്താൽ മതി. ഈ ഒരു പാമ്പ് ഇപ്പോൾ കർഷകരൊക്കെ ഉള്ള ഒരു ജില്ലയാണല്ലോ നമ്മുടെ പാലക്കാട്. ഇപ്പോൾ പാടത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഇപ്പോൾ എന്തെങ്കിലും കടിയേറ്റു, പാടത്ത് വെച്ചതിൽ കടിയേറ്റു, അതിപ്പോൾ എന്താ കടിച്ചതെന്ന് അവർക്ക് വലിയ വ്യക്തതയില്ല. വലിയ വ്യക്തതയില്ല. അവർ ചിന്തിക്കും വേറെ എന്തെങ്കിലും ജീവി ആയിരിക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ വിട്ടുകളയും. അങ്ങനെ മരണം സംഭവിക്കാം. ചിലപ്പോൾ പിന്നീടാണ് പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലാകുന്നത്. ഇവർ ലക്ഷണങ്ങൾ നോക്കും. ചിലപ്പോൾ നോക്കുമ്പോൾ കടിയേറ്റ പാടുണ്ടാവില്ല. പിന്നെ പണ്ട് മുതലേ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു സംഗതി, വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ്, 2 വിഷപ്പല്ലിന്റെ അടയാളം ഉണ്ടാകും, അവിടെ നേരുണ്ടാകും, ചുവന്ന കളറുണ്ടാവും. ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 2 പല്ലിന്റെ അടയാളവും ഉണ്ടാവില്ല. ചിലപ്പോൾ വെള്ളിക്കെട്ടനെ പോലുള്ള പാമ്പൊക്കെ കടിച്ചാൽ പല്ലിന്റെ തന്നെ അടയാളം ഉണ്ടാവില്ല, വേദനയും ഉണ്ടാവില്ല. ചിലപ്പോൾ കൊതുക് കടിച്ചതുപോലെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ ഒക്കെ വലിപ്പമേ ഉള്ളൂ. കൊതുക് കടിച്ചതുപോലെ തോന്നുള്ളൂ. ഉറക്കത്തിൽ കടിച്ചാൽ അറിയത്തും കൂടിയില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിച്ച ചില നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കരടി എന്നൊക്കെ വിളിക്കും. എന്താ, ദേഹത്ത് കയ്യിലൊക്കെ നല്ല രോമമുള്ള ആൾക്കാർ. അത്തരം ആൾക്കാരുടെ കയ്യിലൊക്കെ ഇതിന്റെ വെള്ളിക്കെട്ടന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പാടേ ഉണ്ടാവില്ല, കാണാനും പറ്റത്തില്ല. അപ്പോൾ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒബ്സർവേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. സമയത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, ഒബ്സർവേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ കൂടുതൽ സ്നേക്ക് ബൈറ്റ് കിട്ടാൻ സാധ്യതയുള്ള ചില കാറ്റഗറീസ് ഉണ്ട്. ഒന്ന്, രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാർ. അവർക്ക് ഏറ്റവും കൂടുതൽ ബൈറ്റ് കിട്ടാൻ സാധ്യത ഹംപ്-നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന അത്ര അപകടകാരിയല്ല, എന്നാൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അത്തരം ഒരു പാമ്പുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഒരു 150 രൂപ വിലയുള്ള ഷൂ ഉണ്ട്. ഇത് നിലത്ത് കാണുന്ന ചെറിയൊരെണ്ണം പാമ്പാണ്, കൂടുതൽ ഉയരത്തിലേക്ക് കടിക്കില്ല. അപ്പോൾ ആ ഒരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് കടിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ശരീരത്തിലേക്ക് കൊള്ളത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, ഈ തൊഴിലുറപ്പ് പണിയൊക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് കാട് വെട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ കാടിനിടയ്ക്ക് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാർ ഈ ചെറിയ ഗംബൂട്ട് കിട്ടും. ഗംബൂട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരം അവിടെ ഈ ഹംപ്-നോസ്ഡ് മാത്രമായിരിക്കില്ല, മറ്റു ചില പാമ്പുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ എല്ലാം കടിയെ പ്രതിരോധിക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഗംബൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ വെട്ടിയിട്ട കാട് വാരുന്ന ആൾക്കാരുണ്ടാവും, അവർ ഗ്ലൗ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതിരോധ സംഗതികൾ, ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് നല്ല രീതിയിൽ അത് ഒഴിവാക്കാൻ സാധിക്കും. ശരിയാണ്. ഓക്കെ.